കേസും കൂട്ടവും എല്ലാം ഒഴിവായമ്മേ. ഇനിയിപ്പോ അതിന്റെ പിന്നാലെ ഓടണ്ട. ഓ, സമാധാനമായി. ഇനി രണ്ടുപേരും സമയം കണ്ടെത്തി നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോണം. ഒന്നിനു പിറകെ ഒന്നായി വരുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കിട്ടുമെങ്കിലേ അത് അതിൻ്റെതായിട്ടുള്ള വഴിക്ക് നടക്കട്ടെ. പിന്നെ ശ്യാമ മോളെയും കൊണ്ട് രോഹിത്തിന്റെ അടുത്തേക്ക് തന്നെ പോയി. ഈ ഒരു അവസ്ഥയിൽ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ടായിരുന്നു. ആ ചന്ദ്രബോസ് ഇപ്പോ തോറ്റുപോയ അവസ്ഥയിലാ. പാമ്പിന്റെ പകയുള്ളവനവൻ. രോഹിതുമായി അടുത്ത ബന്ധവും. ഞങ്ങള് പറഞ്ഞതാ ശ്യാമയോട്, അതൊരു തടവറയാണ്. നിന്നെ മോളെയും ദ്രോഹിക്കാനേ അവൻ നോക്കൂ, പോകണ്ടെന്നൊക്കെ. പക്ഷെ അവിടെ നിന്നാലേ രോഹിത്തിനെ നന്നാക്കാൻ പറ്റുമെന്നും പറഞ്ഞ അവള് മോളെയും കൊണ്ട് പോയത്. അവൻ നേരെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആവുമായിരുന്നെങ്കിൽ പണ്ടേ അവൻ നന്നായനെ. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടാനായിരിക്കും അവളുടെ വിധി. അവിടെ തമ്പുരാൻ കൽപ്പിച്ചു തരുന്നത് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. ഭഗവാൻ തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിക്കുമായിരിക്കും. ശ്യാമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം വിഷ്ണുട്ടാ. എങ്കിലേ മോൾക്ക് അവിടെ നല്ലൊരു ജീവിതം ഉണ്ടാവും. അവളങ്ങനെ അവിടെ കിടന്ന് നരയിക്കേണ്ടവളല്ല. അവളവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിലെ തീയ. തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അവളാ. നമ്മൾ അവളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ അവൾ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ ശത്രുക്കളാവും. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒന്നും പറയാത്തത്. എന്നാലേ ഞാൻ ഇറങ്ങാ. അവിടെ അച്ഛനും അമ്മേനെ ഒന്ന് കാണണം. അല്ല മോനെ, മോനൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ എടുത്തു വെക്കാം. അപ്പോഴേക്കും സത്യം വരും. അപ്പൊ പിന്നെ മോളെയും കൂടെ കണ്ടിട്ട് പോവാല്ലോ. ഇല്ല, സത്യം ഞാൻ പിന്നെ വന്നോളാം ചേട്ടനെ. ഇപ്പൊ ഞാൻ പോട്ടെ. നിരപരാധിയായിട്ട് അമ്മയുടെ മുന്നിൽ ചെന്നെന്ന് എനിക്ക് പറയണം. എന്നെ വെറുതെ വിട്ടെന്ന്. അത് എത്രയും നേരത്തെ ആവുന്നോ അത്രയും നേരത്തെ ആവട്ടെ.